ലെറ്റ്സ് ബ്രേക്കപ്പ്. ആ ആ ആ ആ ഏട്ടാ മാളു മോളെ, ആ, മോളെ, മോളെ, എഴുന്നേക്ക് മോളെ. ആ, മാളു മോളെ മോളെ ഡോക്ടർ, എൻ്റെ മോള് പേടിക്കാനൊന്നുമില്ല. നോ ഷീസ് ഫൈൻ. എന്തോ ഒരു കാര്യത്തിനും കുട്ടി ഷോക്കായതാ, വേറൊന്നുമല്ല. പേടിക്കാനൊന്നുമില്ല. ഇപ്പോൾ വാർഡിലോട്ട് മാറ്റും. ഓക്കെ, താങ്ക്സ് ഡോക്ടർ. മോളെ അമ്മ ഇങ്ങനെ കരയാതെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും നിനക്ക് എന്ത് പറ്റിയതാ എൻ്റെ മോളെ? നീ ഇനി കരഞ്ഞ അസുഖമൊന്നും വരുത്താതിൻ്റെ ദീപ്തി. അവക്കൊരു കുഴപ്പമില്ല. തിരുമേനി, ആ ഇരിക്കുക. എന്താ ഈ ജാതകം ഒന്ന് നോക്കാൻ? ആരുടെയാ? മനുവിൻ്റെ മോളുടെ ആണോ? ആ അതെ തിരുമേനി. ഇതുവരെ നോക്കിയിട്ടില്ലേ? ഇല്ല. നോക്കട്ടെ. കുട്ടിക്കിപ്പം 24 വയസ്സല്ലേ? അതെ തിരുമേനി. ഇതുവരെയും കല്യാണമായിട്ടില്ല? ഇല്ല തിരുമേനി. ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താ തിരുമേനി പ്രശ്നം? കുട്ടിക്കിപ്പം കല്യാണപ്രായമാണ്. 24-ാം വയസ്സ് കുട്ടിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയ നല്ല പ്രായമാണ്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാ, ഈ വയസ്സിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇനിയിപ്പം 35-ാം വയസ്സിലെ കുട്ടിക്ക് കല്യാണം നടക്കുമോ? തിരുമേനി, അതെ, 35-ാം വയസ്സ് കല്യാണമൊക്കെ ഒരുപാട് നീണ്ടുപോയില്ലേ. അതുകൊണ്ട് ഇപ്പൊ തന്നെ കുട്ടിക്കൊരു നല്ല പയ്യനെ കണ്ടെത്തി അങ്ങ് നടത്തുക നല്ലതാ. അത് പെട്ടെന്ന് വേണ്ട. കുട്ടിക്കിപ്പോൾ 24 വയസ്സായതേ ഉള്ളല്ലോ. നല്ല പയ്യനെ കണ്ടെത്തി നടത്തിയാൽ മതി. നല്ലത് തന്നെ കിട്ടും. എല്ലാം മഹാദേവന്റെ അനുഗ്രഹത്തോടെ നടക്കും. ശരി തിരുമേനി. പോയിട്ട് വരൂ. ഏട്ടാ പറ. നീ പറ. നിങ്ങളൊന്ന് പറ. എന്താ രണ്ടുപേരും കൂടെ എന്തെങ്കിലും പറയാനുണ്ടോ അമ്മ? അത് മോളെ, അച്ഛന് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന്. എന്താ അച്ഛാ? അത് മോളെ, ഞങ്ങൾ ഇന്ന് ജോത്സ്യനെ പോയി കണ്ടായിരുന്നു. ജോത്സ്യൻ പറഞ്ഞത് ഈ പ്രായത്തിൽ മോള് കല്യാണം കഴിച്ചത് നല്ലതായിരിക്കും. പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇനി 35-ാം വയസ്സിലെ മോളുടെ കല്യാണം നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു നല്ല പയ്യനെ കണ്ടുപിടിച്ച് മോളുടെ കല്യാണം നടത്തട്ടെ. അച്ഛാ, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട മോളെ. അത് പെട്ടെന്ന് കെട്ടിച്ചു വിടാനുള്ള അച്ഛൻ്റെ അമ്മയുടെയും ധൃതിയല്ല. നിനക്കിപ്പം കല്യാണം കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഈ 35-ാം വയസ്സിലേ പറ്റൂ. അത്രയും വരെ എൻ്റെ മോള് വേണ്ട. അതുകൊണ്ടാ. മോളൊന്നും പറഞ്ഞില്ല. അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അങ്ങനെ വേണ്ട മാളു, നിന്റെ ഇഷ്ടം അവിടെ വേണ്ടത്. എനിക്ക് നിങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം നോക്കി നടത്തിയാൽ മതി. ഞാൻ എഴുന്നേക്കുക. ഏട്ടാ സാരമില്ല, അവള് പയ്യെ മാറിക്കോളൂ. എന്തായാലും സമ്മതിച്ചല്ലോ. എന്നാ ഏട്ടൻ ആ ബ്രോക്കർ ശിവൻകുട്ടിയെ വിളിക്ക്. അയാളുടെ കയ്യിലാകുമ്പോൾ നല്ല ചെറുക്കന്മാർ കാണും. ആ ശരിയാ, അയാളിൽ നല്ല നായര ചെറുക്കന്മാരെ കാണും. ഞാൻ വിളിക്കാം. ദീപ്തി, ആരാ നോക്കിയേ? മനു ഏട്ടാ. ശിവൻകുട്ടിയാണേ. കിറുവാ. മനുവേട്ടൻ വിളിച്ച എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? അത് നമ്മുടെ കൊച്ചിന്റെ കാര്യമല്ലേ. അതുകൊണ്ട് നല്ല ചെറുക്കന്മാരെ നോക്കി വെച്ചേക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ നോക്കാം. എല്ലാം നല്ല ചെറുക്കന്മാരാ. എല്ലാം നല്ല നായർ ചെറുക്കന്മാര്. അല്ലേലും ശിവൻകുട്ടിയുടെ കയ്യിൽ നല്ല നായർ ചെറുക്കന്മാര് കാണുമെന്ന് ഞങ്ങൾക്കറിയാം. അതാണ് ശിവൻകുട്ടി. ഞാൻ എപ്പോഴും നല്ല ചെറുക്കന്മാരെ മാത്രമേ നോക്കത്തുള്ളൂ. അതറിയാലോ ചേച്ചി. അറിയാം. എന്നാ പിന്നെ മനുവേട്ടാ, ഇതാ ഈ പയ്യൻ നിങ്ങളുടെ മോടെ ഫോട്ടോ കാണിച്ചപ്പോൾ പയ്യൻ അങ്ങ് ഇഷ്ടം. ഇതൊന്നും നോക്കിയല്ലേ, നല്ല പയ്യനാ. സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ഉണ്ട്. ഒരു കമ്പനിയുടെ CEO ആണ്. ഈ പയ്യൻ കൊള്ളാല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. എന്നാ ഈ പയ്യൻ തന്നെ മതി. കുട്ടിയോട് അവക്ക് ഇഷ്ടം. എന്നാ പിന്നെ നമുക്ക് ഇതന്നെ നോക്കാല്ലേ. അവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ പെണ്ണാണല്ലോ വല്ലതും വേണോ? പെണ്ണാണല്ലോ എൻഗേജ്മെന്റ് ഒന്നും വേണ്ട. നേരെ കല്യാണം മതി. പെട്ടെന്ന് നടത്തിയ അത്രയും നല്ലത്. ഇതാണ് അവരും ഇത് തന്നെ പറഞ്ഞത്, പെട്ടെന്ന് നടത്തണമെന്ന്. എന്നാ പിന്നെ ഇത് തന്നെ നമുക്ക് അങ്ങ് നടത്താം അല്ലേ മനുവേട്ടാ? പിന്നെന്താ ചേച്ചി, എതിർപ്പൊന്നുമില്ലല്ലോ? എന്ത് എതിർപ്പ്? എല്ലാം ദേവിയുടെ അനുഗ്രഹത്തോടെ നല്ലോണം നടന്നാൽ മതി. അതൊക്കെ ഈ ശിവൻകുട്ടി നടത്തി തരും. എന്നാ ശരി മനുവേട്ടാ, ഞാൻ ഇറങ്ങുവാണേ. പിന്നെ ചെക്കൻ്റെ അച്ഛൻ്റെ നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. ശരി ശിവൻകുട്ടി. ചേച്ചി ശരി എന്നാ. അല്ല ചായ? വേണ്ട ചേച്ചി, ഞാൻ പോയിട്ട് വരാം. ശരി മോളെ. അച്ഛാ വാ. ഇതാ പയ്യന്റെ ഫോട്ടോ. എനിക്കിപ്പോ കാണണ്ട അച്ഛാ. അതെന്താ? അത് നിങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടില്ലേ? അത് മതി എനിക്ക്. മോളെ, അത് എനിക്ക് ഇഷ്ടമല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങളുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടം. ശരി, എന്നാ നീ കിടന്നു.
എന്നാ പിന്നെ കല്യാണ ഡേറ്റ് അങ്ങ് എടുപ്പിക്കല്ലേ? ആ ഏട്ടാ. എന്റെ രാധു ഒന്ന് പെട്ടെന്ന് ഇറങ്ങ്. എത്ര നേരമായി? നിന്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? പുന്നകയാൽ നീ പ്രോട്ടീൻ തരുവായി, വാ വാ വാർത്തകളാൽ നീ വൈറ്റമിൻ തരുവായി. നീയോ സാധனை செல்வன், பெண்ணின் கண்களின் கள்வன், நீ காதலில் கொம்பன், ஆனால் கடவுளின் நண்பன். உந்தன் வேகமை கண்டேன், நீயோ மின்னலின் பிள்ளை, அடமின்னலை வெட்ட ஒரு வெட்டு கத்தி இல்லையே. அழகிய சூடான பூவே என் சொந்தமா. ഓ എന്റെ സിദ്ധുവായിട്ട് അതാ കഴിഞ്ഞു. ഒരു നാൾ തരളമിവനിൽ പടരൂ വനലതികയായി മുറുകെ മതി വരുവോളം സഖി. ഒരു നാൾ തരളമിവനിൽ പടരൂ വനലതികയായി മുറുകെ മതി വരുവോളം സഖി. സാരി കൊടുത്തപ്പം കൊച്ചു പെണ്ണെ പോലെ ഇരിക്കുന്നു. ദേ ചെറുക്കൻ ഇപ്പൊ കെട്ടാൻ പോവാ. അതിനിടയ്ക്ക് നിങ്ങളുടെ റൊമാൻസ് ഒന്നും വേണ്ട കേട്ടല്ലോ. വയസ്സായ എന്നിട്ടോ അങ്ങോട്ട് ഒരു റൊമാൻസ്. എടി പ്രണയത്തിന് പ്രായമില്ല, അത് നിനക്കറിയില്ലേ? എന്റെ പ്രണയരോഗി അവിടെ അങ്ങ് ഇരിക്കെ. ഈ ചെറുക്കൻ ഇത് ഒരുങ്ങി തീർന്നില്ലേ? മോനെ അർജുനെ. ആമാ. கொள்ளைக்காரன் நீயோ என் நெஞ்சை காணவில்லை, நான் உன்னை கண்ட பின்னால் என் கண்கள் தூங்கவில்லை. இடைவெளி குழிந்த இருவரும் இருக்க ஒரு துளி மொழியில் இருவரும் குளிக்க ஏன் இந்த ஆசை ஆயிரம் ஆசை என்னை மயக்கி விட்டான். എന്റെ ചെറുക്കനങ്ങ് സുന്ദരനായി. ആരും കണ്ണിടാതിരിക്കട്ടെ. അമ്മയുടെ മോന്റെ സ്നേഹം കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരുവോ? മോനെ പ്രാർത്ഥിച്ചിട്ട് വാ. വാ ഇറങ്ങാം. എല്ലാം ഓക്കെ അല്ലേ? മോള് റെഡി ആവുക. മുടിമുടിച്ച് 18 മുഴം ചേലഞ്ഞൊറിഞ്ഞൊടുത്ത് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് മകളൊരുങ്ങ് മണമകളൊരുങ്ങ്. താഴമ്പൂ മുടിമുടിച്ച് 18 മുഴം ചേലഞ്ഞൊറിഞ്ഞൊടുത്ത് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് മകളൊരുങ്ങ് മണമകളൊരുങ്ങ്. അർജുൻ എടി ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാ, ഒന്നും മിണ്ട്. ദേ അർജുൻ, നീ മിണ്ടിപ്പോരുത്. നിനക്കെന്താ എന്റെ ജീവിതം ഒരു തമാശയായിട്ടാണോ തോന്നുന്നത്? എടി നീ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ അല്ലാതെ ബ്രേക്കപ്പ് എന്നും പറഞ്ഞ് പോയതല്ലേ നീ? അത് ആ ചേച്ചി, ഈ ശിവൻകുട്ടി എല്ലാം നോക്കിക്കോളാം. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാം. ശിവൻകുട്ടി അറിയാലോ, ഏറ്റ കാര്യം നടത്തിയിരിക്കും. അതറിയാം. അതുകൊണ്ട് ശിവൻകുട്ടി തന്നെ ഏൽപ്പിച്ചത്. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ശിവൻകുട്ടിയല്ലേ പോന്നെ? ശിവൻകുട്ടി. രാധു ചേച്ചി.
ഇങ്ങ് വന്നേ. ആ എന്താ ചേച്ചി? അതെ, അർജുന് പറ്റിയ പെമ്പിളേര് വല്ലവരും ഉണ്ടോ? പെമ്പിള്ളാരൊക്കെ ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെടും നോക്ക്. ആ നോക്കട്ടെ. ഇതിന് മുടിയൊന്നുമില്ല. ഇത് നോക്കി, ഇതിന് നല്ല മുടിയുണ്ട്. ഓ, മുഖത്തിനൊരു ഐശ്വര്യം ഇല്ലെന്നേ. ഇത് നോക്കി. ആ ആ ഇത് കൊള്ളാം, നല്ല ഐശ്വര്യമുള്ള ഒരു കൊച്ച്. ഇത് ഞാൻ അവനൊന്ന് കാണിച്ചു നോക്കട്ടെ. എന്താ കുട്ടിയുടെ പേര്? മാളവിക. നല്ല കുടുംബക്കാരനാണോ? ആ നല്ല കുടുംബക്കാരാ. നമ്മുടെ മനുവേട്ടനെ അറിയത്തില്ലേ, നമ്മുടെ സ്കൂളിലെ മാഷ്? ആ ഇവിടുത്തെ സ്കൂളിലെ കണക്ക് മാഷ്. ആ മനുവേട്ടന്റെ മോളാ. ആ അത് പറ, അതാ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള പോലെ ഈ കൊച്ചിനെ. ആ ഇത് മതി, ഞാൻ അവനൊന്ന് കാണിച്ചു നോക്കിയിട്ട് ശിവൻകുട്ടിയെ വിളിച്ച് പറയാം. ആ എന്നാ ശരി ചേച്ചി, ഞാൻ ഇറങ്ങുവാണേ. ആ ശരി മോനെ. ആ വാമ്മ. എടാ, നമ്മുടെ ബ്രോക്കർ ശിവൻകുട്ടി ഇന്നൊരു കൊച്ചിൻ്റെ ഫോട്ടോ കൊണ്ടുവന്നു. എനിക്കാണെങ്കിൽ ആ കൊച്ചിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ കൊച്ചു മരുമോളായിട്ട് വരുന്നൊരു ആഗ്രഹമുണ്ട്. അമ്മയ്ക്ക് വേറെ വല്ല മക്കളും ഉണ്ടോ? ഇല്ല. ഞാൻ മാത്രമല്ലേ ഉള്ളൂ? അതെ. എന്നാ എനിക്കുള്ളതിനെ ഞാൻ കണ്ടുപിടിച്ചോളാം. എടാ എന്തുവാടാ, ഇതിലൊന്ന് നോക്ക് നീ. വേണ്ട അമ്മ, ഞാൻ പറഞ്ഞില്ലേ. എടാ മോനെ പ്ലീസ് എടാ, ഒന്ന് നോക്കടാ, നല്ല കൊച്ചാടാ, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടടാ, ഒന്ന് നോക്കടാ. ഓയ്ക്ക് അമ്മ നോക്കട്ടെ. ആ ഈ കൊച്ചിനെ നിനക്കറിയോ? ചെറുതായിട്ട്. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? അപ്പൊ പിന്നെ എളുപ്പമായല്ലോ. വെറും പരിചയമില്ല, പിന്നെ ഞങ്ങൾ തമ്മിൽ പ്രേമത്തില. എന്റെ കൃഷ്ണ, നീ എന്താ പറഞ്ഞേ? അതമ്മേ. എത്ര വർഷത്തെ പ്രണയം? 4. 4? എന്റെ കൃഷ്ണ, ഞാൻ എന്താ ഈ കേക്കുന്നേ? മുട്ടേന്നിട്ടാത്ത ചെറുക്കനാ 4 വർഷം പ്രേമിച്ചോണ്ട് നടക്കുന്നത്. മുട്ട ചെറുക്കനാണെങ്കിൽ അമ്മ എന്തിനാ കല്യാണം കഴിപ്പിച്ചു വിടുന്നത്? അത് എന്താ 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 ഒന്നും പറയില്ലേ? എനിക്ക് ഈ കൊച്ചിനെ ഇഷ്ടപ്പെട്ട്. എന്നാ പിന്നെ നിങ്ങൾ പ്രേമത്തിലാണെങ്കിൽ പിന്നെ എളുപ്പമായല്ലോ. ഏയ് അത് വേണ്ട. പിന്നെ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം. എന്ത് സർപ്രൈസ്? അതൊക്കെ ഉണ്ട്. ലാസ്റ്റ് അവളെ ഒന്ന് മേടിച്ചു കൂട്ടാതിരുന്നാ മതി. എന്നാ ഞാൻ സിദ്ധുവിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞിട്ട്. ശരി. എന്ത് പണിയാ കൊടുക്കുന്നേ? മോളെ. അമ്മ 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 എന്ത് പറ്റി അമ്മ? അമ്മ അമ്മ എന്ത് പറ്റി അമ്മ? മോളെ എനിക്ക് വയ്യ, നെഞ്ചുവേദന എടുക്കുന്നു മോളെ. അമ്മ അമ്മ എന്റെ ഈശ്വര, ഞാൻ എന്റെ അച്ഛനെ ഇവിടെ ഇല്ലല്ലോ. അർജുനെ വിളിക്കാം. അർജുൻ എടുക്ക, അർജുൻ കോൾ എടുക്ക. അർജുൻ. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ഇതൊരു ബിഗ് പ്രോജക്റ്റാണ്, അറിയാലോ എല്ലാവർക്കും അതിൻ്റെതായത്. അർജുൻ ഫോൺ സൈലൻ്റ് ആക്കി വെക്കുക. അച്ഛാ എടുക്കുന്നില്ലല്ലോ. ടാക്സി ടാക്സി. ഡോക്ടർ, എൻ്റെ അമ്മ. ഏയ് പേടിക്കാനൊന്നുമില്ല, അപ്പം തന്നെ കൊണ്ടുവന്നത് കാര്യമായി. ലേറ്റ് ആയിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ കുഴപ്പമില്ല, ഷീസ് ഫൈൻ. താങ്ക് യു ഡോക്ടർ. ഓക്കെ. അർജുൻ, 1 കോടിയുടെ പ്രോജക്റ്റാണിത്. നീ നല്ലോണം ചെയ്യുന്നത് എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ ഫുൾ എഫേർട്ട് ഇതിനകത്ത് എടുക്കണം. ഓക്കെ അച്ഛാ, അച്ഛൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നില്ലേ? ഞാൻ നല്ല രീതിയിൽ ചെയ്തോളാം. ശരി മോനെ. അർജുൻ ഇതുവരെയും വിളിച്ചില്ലല്ലോ, ഒന്ന് തിരിച്ച് വിളിക്കാം. ഇവനെന്താ എടുക്കാത്ത? എടുക്കണ്ട, ഇനി ഞാൻ വിളിക്കില്ല. എവിടം വരെ പോകും നോക്കാം ഇത്. രാധു, രാധു. എന്താ ഏട്ടാ? രാധു. ഏട്ടാ നല്ല സന്തോഷത്തിലാണല്ലോ. പിന്നെ നല്ല സന്തോഷത്തില. ആ പ്രോജക്റ്റ് ഇല്ലേ, അത് നമുക്ക് കിട്ടി. ആണോ? എന്റെ കൃഷ്ണ, എന്താണ് ഇവിടെ റൊമാൻസ് ആണോ? ഒന്ന് പോടാ. എടാ, ആ പ്രോജക്റ്റ് നമുക്ക് കിട്ടി. ആണോ അച്ഛാ? നിന്റെ എഫേർട്ടിന്റെ താങ്ക്സ് മോനെ. അച്ഛാ, ഇത് നമ്മുടെ കമ്പനിയല്ലേ, എന്തിനാ ഇങ്ങനെ താങ്ക്സ് ഒക്കെ?
ആ എന്തായാലും സമാധാനമായി. ശരിയാ, ഞാൻ എന്നാ പായസം വെക്കട്ടെ. ആ ഞാനും വന്ന് ഹെൽപ്പ് ചെയ്യാം. ഓ ഇപ്പോഴേ ആശ്വാസം. അയ്യോ മാളു വിളിച്ചായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. തിരിച്ചു വിളിക്കാം. ഹലോ. ഹലോ മാളു. ഓർമ്മയുണ്ടോ അർജുനനെ? മാളു നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നല്ലാതെ, നിന്നെ ഞാൻ എത്ര വട്ടം വിളിച്ച്, നിനക്കൊന്ന് കോൾ എടുത്തൂടെ? അത് മാളു ഞാൻ വർക്ക് പ്രഷറിലായിരുന്നു. എന്ത് വർക്ക് പ്രഷറായാലും ഒന്ന് വിളിച്ചിട്ട് അറ്റ്ലീസ്റ്റ് കാര്യം എന്താണെന്നെങ്കിലും പറയാലോ. അല്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും അയച്ചുകൂടായിരുന്നു നിനക്ക്. നിനക്കെന്താ എൻ്റെ തിരക്ക് മനസ്സിലാവാത്തത്? ആ എനിക്ക് മനസ്സിലാകത്തില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാകത്തില്ല. നീ എന്തൊക്കെയാ പറയുന്ന മാളു? എനിക്കൊന്നും പറയാനില്ല. ശരി. ഹേ ഹലോ. ഉഫ്, ദൈവമേ നീ ഇപ്പം എന്ത് ചെയ്യും? ഹലോ. എന്ത് വേണം? എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഒരു 4 മണിയാകുമ്പോൾ പാർക്കിലോട്ട് വാ. എനിക്ക് പറ്റില്ല. നീ വരും. ഹലോ ഹലോ. ഓഹ്, എന്തിനാ വരാൻ പറഞ്ഞേ? മാളും ഞാൻ അത്ര വർക്ക് പ്രഷറിലായതുകൊണ്ട് നിന്റെ കോൾ എടുക്കാനത് ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ് ആയിരുന്നു. അത് അച്ഛൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചത്. അപ്പോൾ അതിൻ്റെതായ എഫർട്ടിലാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ പോലും നേരം ഇല്ലായിരുന്നു മാളു. അത് നീ ചിന്തിക്കുക. എന്ത് ചിന്തിക്കാനാ? ഞാൻ എന്ത് ചിന്തിക്കാനാ പറയുന്നത്? എനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ നിന്നെ വിളിച്ചതാ. പക്ഷെ നീ ആ നേരത്തെ എടുത്തില്ല. എന്നിട്ടും അത് കഴിഞ്ഞിട്ടും ഞാൻ നിന്നെ വിളിച്ചു. എന്നിട്ട് പോലും നിനക്കൊന്നും മെസ്സേജ് പോലും അയക്കാൻ നീ അത്ര ഇമ്പോർട്ടൻ്റ് എനിക്ക് തരുന്നില്ല. പിന്നെ ഞാൻ എന്തിനാ? ശരി, ഞാൻ ഇമ്പോർട്ടൻറ്റ് തരുന്നില്ല, അതല്ലേ നിന്റെ പ്രശ്നം. എന്നാ ഇങ്ങനെ ഈ റിലേഷൻ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. ലെറ്റ്സ് ബ്രേക്കപ്പ്. ഇതാണ് സത്യം പറഞ്ഞാൽ നടന്നത്. നീയായിട്ട് മാരേജ് ഫിക്സ് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നിന്നോട് പറയണത് നിനക്ക് സർപ്രൈസ് ആവട്ടെ എന്ന് വെച്ചാൽ. ആ ദേഷ്യത്തിന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ച് നിന്നെ കളഞ്ഞൊന്നും ഇല്ല കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ സർപ്രൈസ്? നിന്റെ ഒരു സർപ്രൈസ് ഒക്കെ അവിടുന്ന് പോവാനോ? ഇനി നമ്മൾ ഫസ്റ്റ് നൈറ്റ് അല്ലേ, എങ്ങനെ ഞാൻ പോകുന്നത്? അർജുൻ, എൻ്റെ മേത്തങ്ങണം തൊട്ടാലാ എടി നിനക്കുള്ള പണിഷ്മെൻ്റ് ആയത്. എപ്പോൾ എൻ്റെ ദേഷ്യം മറന്ന് അപ്പോഴേ ഇനിയുള്ളൂ നമ്മൾ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ്. മാളു കൂളു അങ്ങോട്ട് പോയി കിടന്ന് ഉറങ്ങിറക്കാം. ഓ എൻ്റെ പൊന്നി, എൻ്റെ ഐഡിയ ഇപ്പോൾ അല്ലെങ്കിൽ ഇതാ അറിയുന്ന നേരത്തെ. ഓ അച്ഛനല്ലേ. ഹലോ. ആ മോനെ എന്തായി? സർപ്രൈസൊക്കെ പൊളിച്ച് എൻജോയ് ചെയ്യുവാണോ? എൻജോയിങ് ഒന്ന് പോച്ച. എന്താ മോനെ എന്തു പറ്റി? എല്ലാം പൊളിഞ്ഞച്ചാ. ആ ബെസ്റ്റ്. ആ എന്നാൽ പിന്നെ മോൻ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഓ ഗുഡ് നൈറ്റ്. എനിക്കിന്ന് ശിവരാത്രി. ആ എന്നാൽ നീ ശിവരാത്രി ആഘോഷിച്ചു. ഞങ്ങളിവിടെ എന്താന്ന്? ആ ശരി മോനെ, ഗുഡ് നൈറ്റ്. തന്ത്രം ആഘോഷിക്കോ? ഞാനിവിടെ കിടന്നുറങ്ങുന്നുണ്ടല്ലേ, ദുഷ്ട. ആ മോള് നേരത്തെ എഴുന്നേറ്റോ? ആ അമ്മേ. പിന്നെ മോൾക്ക് ദേഷ്യമാണോ അവനോട്? അത് അവന് വർക്ക് പ്രഷറിൽ നിന്നോണ്ടാ മോളെ, അല്ലാതെ വേറൊന്നുമല്ല. അതെനിക്ക് മനസ്സിലാവും അമ്മ. പക്ഷേ ചെറിയൊരു പണി നമ്മളും കൊടുക്കണ്ടേ? ആ അങ്ങനാണോ? എന്നാൽ പിന്നെ കുഴപ്പമില്ല. അവന് 2 കിട്ടേണ്ട ആവശ്യമുണ്ട്. എന്നാൽ പിന്നെ മോളെ ചായ അച്ഛനും അവനും കൊണ്ട് കൊടുക്കുക. ആ ശരി അമ്മ. ആ മോൾ എഴുന്നേറ്റോ? അച്ഛാ ചായ. താങ്ക്സ് മോളെ. അവൻ എഴുന്നേറ്റില്ലേ? ഇല്ല. ആ എന്നാൽ പിന്നെ അവന് കൊണ്ട് കൊടുക്കാം. ആ ശരി അച്ഛാ. ഉറക്കമാണല്ലോ. അതെ അർജുൻ, എഴുന്നേക്ക്. പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് ചായ കുടിക്കേ. നിന്റെ ദേഷ്യം മാറിയില്ലേ? ഒരു രാത്രി കൊണ്ടൊന്നും എൻ്റെ ദേഷ്യം മാറത്തില്ല. വേണമെങ്കിൽ ചായ എടുത്ത് കുടിക്കാം. ഞാൻ പോവാം. வாழ்வு தொடங்கும் இடம் நீதானே, வானம் முடியும் இடம் நீதானே, காற்றைப் போல நீ வந்தாயே, சுவாசமாக நீ நின்றாயே, மார்பில் ஊறும் உயிரே, ஒரு தெய்வம் தந்த பூவே, கண்ணின் தேவனுள்ள தாயே. എടി മതിയടി ഇങ്ങനെ പിണങ്ങി നടന്നത്. എനിക്ക് പറ്റുന്നില്ല മാളു. പ്ലീസ് എന്നോടൊന്ന് ക്ഷമിക്കുന്നേ മാളു. വാ ഏ വാ. ഇനി ഇങ്ങനെ വല്ലതും കാണിച്ചതല്ല കിട്ടാൻ പോകുന്നത്. എന്നാ പിന്നെ
നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? എന്ത്? നമ്മുടെ മുടങ്ങിപ്പോയ ഫസ്റ്റ് നൈറ്റ്. അതൊന്നും വേണ്ട. ഇങ്ങോട്ട് പാടി. അജുവേട്ടാ. എന്താ വിളിച്ചേ? അത് അജുവേട്ടാന്ന്. ഇതെന്താ പുതിയൊരു വിളിപ്പേര്? അത് അമ്മയാ പറഞ്ഞത്. അങ്ങനൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ളത് വിളിച്ചാൽ മതി. ഏയ് ഇത് നല്ല രസമുണ്ട് വിളിക്കാൻ. ഇന്ന ഫുഡ് അതിനാ ഞാൻ വിളിച്ചേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. അജുവേട്ടാ കഴിഞ്ഞില്ലേ? എടി ഞാനത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. നീ അറിയിക്കോ? എന്ത് പറ്റി? നിങ്ങളുടെ ചൂട് തട്ടാതെ ഞാനങ്ങനെ ഉറങ്ങാനാ? വാ അറിയിക്കോ. അത് തന്നെ. അത് പറ, അതെനിക്കിപ്പോഴല്ലേ മനസ്സിലായത്. അയ്യോ മോളെ. അയ്യോ മോളെ എന്തുപറ്റി? അമ്മ എനിക്ക് വയ്യ. വാ 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 ഇരിക്കേ. എന്തൊരു മുഖം, എന്തുപറ്റി? അറിയില്ല ഏട്ടാ. വാ ഹോസ്പിറ്റലിൽ പോവാം നമുക്ക്. അച്ഛാ എന്തുപറ്റി അച്ഛാ? നീ വന്നു, നീ പോയി ഡോക്ടറെ കണ്ടിട്ടോ. ഡോക്ടർ? മാളവികയുടെ ഹസ്ബൻഡ് അല്ലേ? അതെ. അവക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ കൺഗ്രാറ്റ്സ്, ഷീ ഈസ് പ്രഗ്നന്റ്. വാട്ട്? അതെ സത്യാടോ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. മാളു നമുക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? നമുക്ക് പുളിയുള്ള വല്ലതും കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഇപ്പൊ ഒന്നും വേണ്ടാമേ. മോക്ക് മസാല ദോശ കഴിക്കാൻ തോന്നുന്നുണ്ടോ? അച്ഛൻ മേടിച്ചോണ്ട് വരാം. ഇപ്പൊ വേണ്ടച്ചാ. പിന്നെന്താ മോക്ക് വേണ്ടത്? കേക്കോ അങ്ങനത്തെ ചോക്ലേറ്റ്സോ എല്ലാം വേണോ? വേണ്ടച്ചാ. നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ. അവള് വേണമെങ്കിൽ എന്തെങ്കിലും പറയും, അപ്പൊ മേടിച്ചു കൊടുക്കാം. എന്നാ പിന്നെ മോൾ റെസ്റ്റ് എടുക്ക. മാളു കുഞ്ഞിനെയും കൊണ്ടുവാ, സമയായി. വരുന്നമ്മേ. உனக்கென்ன வேணும் சொல்லு, உலகத்தை காட்டச் சொல்லு, புது இடம் புது மேகம் தேடி போவோமே. பிடித்ததை வாங்கச் சொல்லு, வெறுப்பதை நீங்கச் சொல்லு, புது வெள்ளம் புதுவாறு நீந்தி பார்ப்போமே. இருவரின் பகல் இரவு, ஒரு வெயில் ஒரு நிலவு, தெரிந்தது தெரியாதது பார்க்க போறோமே. உலகென்னும் பரமபதம், விழுந்த பின் உயர்வு வரும், நினைத்தது நினையாதது ஒரு வெள்ளி கொலுசு போல இந்த பூமி சினுங்கும் கீழே, அணியாத வைரம் போல அந்த வானம் மினுங்கும் மே. ഇതാര്? അച്ഛമ്മയുടെ ആരുക്കുട്ടിയാ? இந்த பூமி சினுங்கும் അച്ചോടാ, നമ്മുടെ മൊത്തം എന്തിനാ കരയുന്നേ? കരയാതെ. മഞ്ഞോളം പോലെ മനസ്സിൻ പുണ്യാഹം പോലെ എന്നുയിരിൻ കൊമ്പിലെ പുണ്യം നീയല്ലേ. മഞ്ഞോളം പോലെ മനസ്സിൻ പുണ്യാഹം പോലെ എന്നുയിരിൻ കൊമ്പിലെ പുണ്യം നീയല്ലേ. മാറിൽ നീയോ ചായും നേരം മാനിൻ കുഞ്ഞായി മാറും നേരം വെള്ളി നിലാവാകുന്നേ ഞാനെന്നും നല്ലാരോ മൽവാവേ. ചന്ദനത്തിന്നലിൽ ചാമരം വീശി വന്നോരാവിൽ ആയിരമഞ്ചമൊരുക്കിയിരുന്നു ഞാൻ. മുത്തേ മുത്തേ അച്ഛമ്മയുടെ മുത്തേ. ചാച്ചുവാണോ നീ? എന്തിനിങ്ങ ചിരിക്കുന്നേ? അച്ഛമ്മയുടെ മുത്താണത്. അച്ചോടാ, നീ ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലും കഴിക്കേ. അമ്മ എനിക്കിപ്പോൾ വേണ്ട, ഇവിടെ ഒന്ന് ഉറങ്ങട്ടെ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം. ഇവിടെ ഞാൻ ഉറക്കിക്കോളാം, നീ ചെന്ന് കഴിക്കുക. അതമ്മ നീ ചെന്ന് കഴിക്കട്ടെ, ഞാൻ ഇവിടെ ഉറക്കിക്കോളാം, ഞാൻ എടുക്കും.
അവൾ നിർബന്ധിച്ച് കരയുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഏയ് കുഴപ്പമില്ലടി, ഞാൻ നോക്കിക്കോളാം. അച്ഛമ്മയുടെ പൊന്നുറങ്ങിക്കോ. എടാ എന്താടാ കുഞ്ഞെന്തിനാ ഇങ്ങനെ കരയുന്നേ? അതമ്മ അവക്ക് വയ്യ, പനിയായി. ആണോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടേ? വേണ്ടമ്മ, ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട്. അവൾ ഉറങ്ങുവാ. കുഞ്ഞ് നീ കുഞ്ഞിനെ ഇങ്ങെടുക്ക, ഞാൻ ഉറക്കിക്കോളാം അവളെ. അതമ്മ. ഇനി താടാ, നീ അവളെ നോക്ക്. അച്ഛമ്മയുടെ പൊന്നെ, നമുക്ക് ചാച്ച. അച്ഛമ്മ നല്ലൊരു പാട്ട് പാടിത്തരാം. കൽക്കണ്ട കുന്നിന്റെ ഉച്ചിയിലെ ചെല്ലുമ്പം അമ്പിളിത്തമ്പ്രാന്റെ കോലോം കാണാം. ആ കോലോത്തെത്തുമ്പോൾ അവിടം എന്തൊരു രസമെന്നോ. അവിടെ പാൽക്കാവടിയുണ്ട്, അരികെ പായസപ്പുഴയുണ്ട്. അവിടെ കാത്തോരമ്മയിരിപ്പുണ്ട്. ചാഞ്ചാടിയാടി ഉറങ്ങ നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങ നീ. ആകാശത്തു ഞാലാട് നീ, കാണാക്കിന കണ്ടുറങ്ങ നീ. ഓ ഈ കൊച്ച് എല്ലാം ആര് വലിച്ചിട്ടോളൂ. ദേ ആരു ഓടരുത്. ആരു നിന്നെ എന്നെ കൈകിട്ട് അടിച്ച് ഞാൻ പൊട്ടിക്കും, പറഞ്ഞേക്കാം. എന്റെ കൊച്ചിനെ വല്ലതും ചെയ്താലോ കേട്ടല്ലോ. ഓ ഒരച്ഛനും മോളും. നീ പോടി, മോള് വാ. ഓ ഇപ്പൊ നമ്മളൊന്നും വേണ്ടല്ലോ, മോളെ മതിയല്ലോ. മാളു പിണങ്ങിയോ? ഓ അല്ലേലും ചിലരങ്ങനെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ സ്നേഹമൊന്നും കാണത്തില്ല. ദേ മാളു, എന്റെ സ്നേഹം നിനക്ക് അറിയാലോ. ഞാൻ നിന്നെ നല്ലോണം സ്നേഹിച്ചതാണിതാ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. നീ കൊച്ചിന് മുമ്പ് വെച്ചാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഒന്നുമില്ല, അത് അച്ഛൻ്റെ അമ്മയുടെ ഒരു സീക്രറ്റാ.